ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡൂഡിൽ V3യുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഡൂഡിൽ V3യുടെ ഗുണങ്ങൾ എന്നുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റേഴ്സോളം റൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഡൂഡിൽ V3 എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഔട്ടർ റിംഗ് റോഡിലാണ് ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കണേ. റൈറ്റ് സൈഡിൽ കാണുന്ന പില്ലേഴ്സൊക്കെ മെട്രോൻ്റെ വർക്ക് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്തപ്പോൾ നല്ല കംഫർട്ടായിരുന്നു. റോഡിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. മാക്സിമം സ്പീഡ് നമുക്ക് കിട്ടുക 24-25 എന്നുള്ള പോലെയാണ്. മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് വലുതായതുകൊണ്ട് നമുക്ക് റോഡിൽ നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതിന് കമ്പനി തന്നിട്ടുള്ള സ്റ്റോക്ക് ലൈറ്റും ഹോണും അവൈലബിൾ ആണ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഈവൻ നൈറ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ആരെങ്കിലും ഫ്രണ്ടിലുണ്ടെങ്കിൽ ചെറിയ ഹോണാണ്, നമുക്ക് ഒരു ലൈറ്റ് വോയിസിൽ നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. കുഴപ്പമില്ലാത്തൊരു ഹോണാണ്. വേറൊരു ഓപ്ഷൻ ഈ സൈക്കിളിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിലും നമുക്ക് ഫോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ടും ഫോൾഡ് ചെയ്യാം, അതല്ലാതെ തന്നെ ഇൻഡിവിജ്വലി ഹാൻഡിൽ റിമൂവ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇതിന് സസ്പെൻഷൻ അവൈലബിൾ ആണ്. അത് നന്നായിട്ട് ഫങ്ഷനിങ് ആണ്, നമുക്കത് ഫീൽ ചെയ്യും നന്നായിട്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഇതിൻ്റെ കേരിയർ ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ബക്കറ്റ് പോലത്തെ ഉള്ള ഒരു മെറ്റൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഗിയർ സിസ്റ്റം, ഷിമാനോൻ്റെ ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹൈവേ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. സ്പീഡ് അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരു ചെറിയ വാഹനത്തിലാണല്ലോ പോകുന്നത്, അപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം നല്ലതാണ്. ഇതിന് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കേരിയർ ഉണ്ട്. അതിൽ 35 kg ആണ് ലിമിറ്റ് എന്നാണ് അവർ പറഞ്ഞുള്ളത്. അത് എനിക്ക് തോന്നുന്നത് കേരിയിങ് കപ്പാസിറ്റി അല്ല, പക്ഷേ അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ബാറ്ററി കൂടുതൽ യൂസ് ചെയ്യില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ 35 kg ആണ് അതിൻ്റെ ലിമിറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു വെയിറ്റും ക്വാളിറ്റിയും കണ്ടിട്ട് ഇറ്റ്സ് മോർ ദാൻ 35 എങ്ങനെ പോയാലും പറ്റും. ഞാൻ എനിക്ക് തോന്നുന്നത് 70 kg ഉള്ള ഒരാളെ വെച്ച് റൈഡ് ചെയ്ത് നോക്കി. ഈസി ആയിട്ട് റൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ മേ ബി ബാറ്ററി അതിൻ്റെ ഡ്രെയിൻ ആവും. റൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അതിന് ഒരു ലോക്കിംഗ് സിസ്റ്റം അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അതിനൊരു കീ ഉണ്ട്, അതിട്ട് റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാറ്ററി അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുക. അതിനുള്ള ഫോൾഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാറ്ററി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഒരു നല്ലൊരു ഫെസിലിറ്റിയാണത്. അതുപോലെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുമ്പോൾ തന്നെ നമുക്കൊരു കീയും തന്നിട്ടുണ്ട്. ആ കീ ഓൺ ആക്കിയാലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ പെഡല് ഒരു ഫോൾഡിങ് ഓപ്ഷനുള്ള ഒരു പെഡലാണ്. അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇത് നമ്മൾ എവിടേക്കെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോൾഡിങ് പെഡൽ എപ്പോഴും നല്ലതാണ്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പീഡോമീറ്റർ സിസ്റ്റം, അതിൻ്റെ ഡിസ്പ്ലേ, അതിൽ സ്പീഡ് കാണിക്കും, ടോട്ടൽ കിലോമീറ്റർ, പിന്നെ നമ്മൾ എത്ര പവറിലാണ് യൂസ് ചെയ്യുന്നത്, ബാറ്ററിയുടെ കപ്പാസിറ്റി, ഇതെല്ലാം കാണിക്കുന്ന ഒരു സിസ്റ്റം അതിലുണ്ട്. അതേപോലെ തന്നെ പവർ കൺട്രോൾ ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ കീ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റി ഇതെല്ലാം ഹാൻഡിലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൂഡിൽ കൂടുതൽ ഇഷ്ടപ്പെടാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്റ്റാൻഡ്, ലൈറ്റ്, സ്പീഡോമീറ്റർ, ഗിയർ സിസ്റ്റം, പിന്നെ കീ, ബാറ്ററി, ബ്രേക്കിംഗ് സിസ്റ്റം, ഇതെല്ലാതും ഇതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക് ലൈറ്റ് സിസ്റ്റം, ഇതെല്ലാതും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട എന്നുള്ളതൊരു വലിയൊരു മെറിറ്റാണ്. അതാണ് ഞാനിത് വാങ്ങിക്കാണ്ടായ കാരണം. സാധാരണ നമ്മളൊരു ഏത് ബ്രാൻഡിൻ്റെ സൈക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡ്, കാരിയർ, മഡ് ഗാർഡ്, ബെല്ല്,
ലൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇതല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതായതുകൊണ്ട് ആ ഒരു കോസ്റ്റ് നമുക്ക് കുറച്ചൊന്ന്, ബാറ്ററി സൈക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് ഹൈ ആണ്, ക്വാളിറ്റി ഹൈ ആണ്. അപ്പം അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഏത് പ്രായക്കാർക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഈ സൈക്കിൾ ഓടിച്ചു കൊണ്ടുപോകാൻ നല്ല എളുപ്പമായിരിക്കും. നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്ലഗിൽ കൂടെ നമുക്ക് ചാർജ് ചെയ്യാം, ഇല്ലെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്തിട്ടും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ സ്കൂട്ടറിനുള്ള എല്ലാ ക്വാളിറ്റികളും ഇതിന് ഉണ്ട്. എന്നെ സംബന്ധിച്ച് അത് കമ്പനി തരുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള KR പുരം ടിൻ ഫാക്ടറി എന്ന് പറയുന്ന റോഡിലൂടെയാണ്. നമ്മളിവിടെ നിന്ന് നേരെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറി ഒസ്കോട്ടയിലേക്കുള്ള റോഡിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട്, അവൾക്ക് ഭയങ്കര അതിശയമാണ്. പലരും ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, പലരും ഇത് അറിയാം, ഈ വെഹിക്കിൾ കണ്ടിട്ടുണ്ട് ചിലരും. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒസ്കോട്ട റോഡിലാണ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. വണ്ടികളൊക്കെ വളരെ ഫാസ്റ്റിലാണ് പോകുന്നത്. നമ്മളിങ്ങനെ നമ്മുടേതായ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇതിൽ ഓടിച്ചു പോകാനൊക്കെ. നമുക്ക് വേണമെങ്കിൽ പെഡൽ ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. എനിക്ക് തോന്നുന്നത് ഈ ബ്രിഡ്ജ് ഏകദേശം മോർ ദാൻ 1 കിലോമീറ്റർ തന്നെ ഉണ്ടെന്നാണ്. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ചെയ്യേണ്ട ഇവിടെ. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ആ ഒരു അയൺ ബാർസൊക്കെ കാണാൻ പറ്റും. അതാണ് ബാംഗ്ലൂരിലെ ഹാങ്ങിങ് ബ്രിഡ്ജ്. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നേരെ പോകുന്നത് ഓൾഡ് മദ്രാസ് റോഡാണിത്. ഒസ്കോട്ടെ, മാളൂർ, അങ്ങനെ KGFലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻപത്തെ വീഡിയോയിലും ഷോർട്സിലും എല്ലാം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് ക്രൂസിങ് കൺട്രോള്. ഞാൻ ഇവിടെ എല്ലാം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 24-ൽ ലോക്ക് ചെയ്തിടുന്നു. അത്രേ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സ്ലോപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ആക്സിലറേഷൻ കൊടുക്കണ്ട, സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞുള്ളത് തന്നെയാണ്. ഹോണാണ്, ഇൻബിൽറ്റ് ഹോൺ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ലൈറ്റിൻ്റെ കൂടെയാണ് ഹോൺ വരുന്നത്. പിന്നെ ബാറ്ററി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 1 മുതൽ 5 വരെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. ഇക്കോ, പിന്നെ നോർമൽ സ്പീഡ്, പിന്നെ ടർബോ കൈൻഡ് ഓഫ്. അതിൽ വലിയ ഡിഫറൻസുകളൊന്നുമില്ല, എങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസുകൾ വരുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത് 30 kg ആണ്. ഈ സൈക്കിളിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ ടയർ സൈസും വലിയ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാളും കൂടി ചിലപ്പോൾ ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സുകളും പ്ലഗ് ആൻഡ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും കേട് വന്നാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം റിമൂവ് ചെയ്ത് മാറ്റി പുതിയത് കൊണ്ടുവയ്ക്കാം, ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഏകദേശം കവർ ചെയ്തുള്ളത് 40+ കിലോമീറ്റേഴ്സാണ്. ആ ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ ഒരു റിവ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഇതിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത് ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഇതിൽ നല്ല കംഫർട്ടായിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഒരു സിറ്റി കമ്മ്യൂട്ടിന് അല്ലെങ്കിൽ ഒരു ഓഫീസ് കമ്മ്യൂട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഒരു നല്ലൊരു വെഹിക്കിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഒരു ബൊലേറോ പോലീസ് വണ്ടിയാണ്.
അവർ ടാറ്റയ്ക്ക് തന്ന് നന്ന് വിഷ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. അതുപോലെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ നല്ലതായിരുന്നു എല്ലാവരുടെയും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതോ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് എഴുതി ചോദിക്കാം. ഞാനതിന് എനിക്കറിയാവുന്ന രീതിയിലുള്ള ആൻസറുകളും അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ടെക്നീഷ്യൻസിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടോ ഞാൻ അതിൻ്റെ ഉത്തരം പറയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇനി ഈ വീഡിയോ അധികം ലോങ് ആയി കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ തന്നെ കുറച്ച് ലോങ് ആണ്. എങ്കിലും ഞാൻ അടുത്ത ഒരു ജംഗ്ഷനിൽ യൂട്ടേൺ എടുത്ത് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.